ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടല്ല. നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളും എല്ലാ മോഡൽസിലും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഏതൊക്കെ മോഡൽസാണ് ടോപ്പിൽ നിൽക്കുന്നത്, ഏതൊക്കെ മോഡൽസാണ് ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടില്ല. സോ ഈ ഒരു വീഡിയോ നമ്മൾ 2023 നവംബർ മന്തിലെ ടോപ്പ് 10 ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ബൈക്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളതിൽ നമ്മൾ മോഡൽസ് CC വൈസ് അല്ല നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഏത് മോഡലാണോ അല്ലെങ്കിൽ ഏത് സീരീസ് ആണോ എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ബെസ്റ്റ് സെല്ലിംഗ് ബൈക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻ 2023 നവംബർ മന്ത്. സോ നമുക്ക് 10th പൊസിഷനിലേക്ക് ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ തന്നെ നോക്കാം. 10th പൊസിഷനിലേക്ക് ഹീറോയുടെ ഗ്ലാമർ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഈ ഒരു മോഡലിൽ നമുക്ക് പ്രീവിയസ്ലി നവംബറിൽ സെയിലായിട്ടുള്ളത് ഏകദേശം 20,926 യൂണിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ സെയിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പ്രീവിയസ് മന്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ആണ് സെയിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ ഇനി 9th പൊസിഷനിൽ നിൽക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 എന്ന് പറഞ്ഞ മോഡലാണ്. സോ ന്യൂ എഞ്ചിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന മോഡലിൽ നമുക്ക് നവംബർ മന്തിൽ സെയിലും കാര്യങ്ങളും വന്നിട്ടുള്ളത് 30,264 യൂണിറ്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സെയിലും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഈ ഒരു J സീരീസ് എഞ്ചിന് പറ്റി എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ 8th പൊസിഷനിൽ നിൽക്കുന്നതാണ് ഹീറോയുടെ പാഷൻ എന്ന് പറഞ്ഞ മോഡൽ. നവംബറിലുള്ള സെയിൽ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 34,750 യൂണിറ്റ്സ് ആണ് നമുക്ക് സെയിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെയിലും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളും കൂടിയാണ് ഹീറോയുടെ പാഷൻ. ഇനി 7th പൊസിഷനിലോട്ട് നോക്കുവാണെങ്കിൽ TVSൻ്റെ റൈഡർ 125 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നവംബർ മന്തിലെ സെയിലും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ 39,829 യൂണിറ്റ്സ് ആണ് ഇത് സെയിലും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. TVSലെ തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 125cc സ്കൂട്ടർ കാര്യങ്ങളാണ്. ഇനി TVSലെ അപ്പാച്ചെ സീരീസ് ആണ് 6th പൊസിഷനിൽ നിൽക്കുന്നത്. സോ 150 ആൻഡ് 200 എല്ലാ സീരീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സീരീസാണ്. 41,025 യൂണിറ്റ്സ് ആണ് നമുക്ക് നവംബറിൽ സെയിലിംഗ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സോ പ്രീവിയസ് മന്തിലെ വെച്ച് സെയിലിംഗ് കാര്യങ്ങൾ കൂടുതലാണ് ഈ ഒരു മോഡലിന് വന്നിട്ടുള്ളത്. സോ 5th പൊസിഷനിൽ നിൽക്കുന്നതിന് ബജാജിൻ്റെ പ്ലാറ്റിനം എന്ന് പറഞ്ഞ മോഡലാണ്. സോ മൈലേജ് കിങ് എന്ന് പറയാവുന്നൊരു മോഡൽ കൂടിയാണ്. നവംബർ മന്തിലെ സെയിലിംഗ് കാര്യം നോക്കുകയാണെങ്കിൽ 60,607 യൂണിറ്റ്സ് ആണ് നമുക്ക് സെയിലിംഗ് കാര്യങ്ങൾ നവംബർ മന്തിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഇനി 4th പൊസിഷനിൽ നിൽക്കുന്നത് ഹീറോയുടെ തന്നെ വണ്ടിയാണ് HF Deluxe എന്ന് പറഞ്ഞ മോഡൽ. സോ നവംബറിൽ അതിൻ്റെ സെയിലും കാര്യങ്ങളും വന്നിട്ടുള്ള 1,16,421 യൂണിറ്റ്സ് ആണ് സെയിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൂടിയാണ് ഹീറോയുടെ HF Deluxe. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്നത് ബജാജിൻ്റെ പൾസർ സീരീസ് കാര്യങ്ങളാണ്. സോ എല്ലാ മോഡൽസിനും അത് ഇൻക്ലൂഡാണ്. നവംബർ മന്തിലെ സെയിൽ ഏകദേശം 1,30,403 ആണ് ഇതിൻ്റെ യൂണിറ്റ്സ് കാര്യങ്ങൾ സെയിലായിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളും ബജാജിന് ഉണ്ടായിട്ടുണ്ട് നവംബർ മന്തിൽ. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്നത് ഹോണ്ടയുടെ ഷൈൻ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡൽ നവംബർ മന്തിലെ സെയിലും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1,55,943 യൂണിറ്റ്സ് ആണ് സെയിലും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽ കാര്യങ്ങൾ നവംബറിൽ ഉണ്ടാക്കിയ ഒരു മോഡലിലൂടെയാണ് ഹോണ്ടയുടെ ഷൈൻ മോഡൽ. ഇനി 1st പൊസിഷനിൽ നിൽക്കുന്നത് ഹീറോയുടെ തന്നെ മോഡലായിട്ടുള്ള സ്പ്ലെൻഡർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ലെജൻഡറി മോഡൽ തന്നെയാണ്. നവംബർ മന്തിൻ്റെ സെയിൽ നോക്കുവാണെങ്കിൽ 2,50,786 യൂണിറ്റ്സ് ആണ് ഈ ഒരു മോഡൽ മാത്രമായിട്ട് ഹീറോ സെയിൽ ചെയ്തിട്ടുള്ളത്. സോ മൈലേജ് കിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു മോഡൽ പണ്ട് അറിയപ്പെട്ടിട്ടുള്ളത്. സോ ആ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോഴും റീലോഞ്ച് ചെയ്ത പിന്നെയും സെയിലിൽ കാര്യങ്ങളിലും ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു നവംബർ മന്തിൽ. സോ ഇത്രയുമാണ് ടോപ്പ് 10 വന്നിട്ടുള്ള നവംബറിലെ സെല്ലിംഗ് ബേസിൽ വന്നിട്ടുള്ള ബൈക്സ് കാര്യങ്ങൾ. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മോഡൽസ് മേ ബി ഇതിനകത്ത് വന്നിട്ടുണ്ടാവില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സെയിലും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വണ്ടിയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ, ബൈ.